ॐ शं नो मित्रशं वरुणः शं नो भवत्तोर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वमेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम्। ॐ शान्ति शान्ति शान्तिः। സത്സങ്കല്പങ്ങളാണ് നമ്മുടെ ശാന്തി മന്ത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ശാന്തി മന്ത്രവും അതിന് ഒരു വ്യത്യാസമായിട്ടുള്ളൊരു മന്ത്രമല്ല. ഇതിനകത്തും ഞാൻ നേരത്തെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഉപനിഷത്തിൽ പറയുന്ന ദേവതകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ദേവതകൾ അതിൻ്റെ രൂപം ആ മൂർത്തി ഭാവത്തിലല്ല നമ്മൾ ഉപനിഷത്തിൽ കാണുന്നത്. അത് പഞ്ചഭൂതങ്ങളുടെയും പഞ്ചേന്ദ്രിയങ്ങളുടെയും ഒക്കെ അധിഷ്ഠാന ഭാവങ്ങൾ, ആയതനം എന്ന് നമ്മൾ പറയും. അധിഷ്ഠാനമായിട്ടുള്ള ഭാവങ്ങളെ ഓരോ ദേവതകളായിട്ട് സങ്കല്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു രൂപം കൊടുത്തിരിക്കുന്നു മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ദേവത എന്ന് പറയുമ്പോൾ ഒരു രൂപം, 4 കൈയുമൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഇമാജിൻ ചെയ്യാനും വരയ്ക്കാനും ഒക്കെ സാധിക്കും, വർണ്ണിക്കാൻ സാധിക്കും. അതല്ലാതെ ഇതൊരു പൊട്ടൻഷ്യൽ എനർജി ആണെന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ബ്രഹ്മത്തിൻ്റെ അമൂർത്ത ഭാവങ്ങളാണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഇമാജിനേഷനിലേക്ക് അത് കയറി വരില്ല. അപ്പോൾ മഹേഷ് യോഗിയെ പോലുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ മഹർഷിമാർ ഈ ദേവതകളുടെ സ്ഥാനം നമ്മുടെ തലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഇവർക്ക് ഓരോ സബ് സെൻറ്റേഴ്സ് ഉണ്ട്. എല്ലാവരുടെ തലയിലും ഓരോ സബ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് ശരിയല്ലേ ശരിക്കും? കാരണം നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു തീവ്രമായ ആലോചനയിൽ മുഴുകിയിരുന്നിട്ട് ഒരു സ്ഥലത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ അയാളെ കാണില്ലല്ലോ. നമ്മുടെ ചിന്ത അത്രയും ഡീപ്പായിരിക്കുന്ന എവിടെയാണോ അവിടെ ആയിരിക്കും. പണ്ട് ശകുന്തളയ്ക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾ കഥയെ കേട്ടിട്ടുണ്ടല്ലോ. ദുർവാസാവ് മഹർഷി വന്നപ്പോൾ അതൊന്നും കാണാതെ ഇങ്ങനെ ദുഷ്യന്തനെ ആലോചിച്ചുകൊണ്ട് ഇരുന്നു. അങ്ങനെയാണ് ദുർവാസാവിൻ്റെ ശാപം കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും, കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് തുടങ്ങിയതിനെല്ലാം തന്നെ ഓരോ സെഷൻസ് ബ്രെയിനിലുണ്ട്. അത് നമുക്ക് ന്യൂറോളജി പഠിക്കുന്നവർക്കും അറിയാം. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അതാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ അരമണിക്കൂർ ഒരു ഡീപ്പർ മെഡിറ്റേഷനിലോട്ട് പോയ ശേഷം നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം ദ ക്ലാരിറ്റി. നമ്മുടെ കുറച്ചുകൂടെ ഒരു ക്ലിയർ വിഷനായിരിക്കും. വിഷൻ മീൻസ് മുന്നിൽ കാണുന്ന വസ്തുക്കളിലെല്ലാം ഉള്ള നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കും. ശബ്ദത്തിന് വ്യത്യാസം വരും, കേൾവിക്ക് വ്യത്യാസം വരും. കാരണം സെൻസസ് എല്ലാം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യപ്പെടുകയാണെന്ന്. നമ്മുടെ ഈ ഹെഡിലുള്ള സെൻറ്ററുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുക. അപ്പോൾ ഈ ദേവതകൾ നമുക്ക് അനുകൂലമാകട്ടെ എന്ന് സങ്കല്പിക്കുന്ന ഒരു ശാന്തി മന്ത്രമാണിത്. വേദകാലഘട്ടത്തിലെ ദേവതകൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവനാണ് ഇന്ദ്രൻ. അന്നത്തെ കാലത്തെ വിഷ്ണു എന്ന് പറയുന്നതും, പിന്നീടാണ് ത്രിമൂർത്തികൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ത്രിമൂർത്തി സങ്കല്പം നമ്മളിലേക്ക് വരുന്നത്. അതിനു മുൻപ് വേദകാലഘട്ടത്തിൽ ഇന്ദ്രൻ, പിന്നീട് ദേവേന്ദ്രൻ പലപ്പോഴും ഒരു കോമഡി താരമായിട്ടാണ് വരുന്നത്. മഹർഷിമാർ തപസ് ചെയ്താൽ ഉടനെ തന്നെ പേടിച്ച് അപ്സരസ്സുകളെ വിളിച്ച് ഇവരെ സെഡ്യൂസ് ചെയ്യാനായിട്ട് അയക്കുന്ന ഒരു, എന്താ പറയുക, ഒരു തറവേല ചെയ്യുന്ന ഒരു മനുഷ്യന്, ഒരു ദേവതയായിട്ടൊക്കെയാണ് ഇന്ദ്രൻ പലപ്പോഴും വരിക. വിശ്വാമിത്രൻ മഹർഷി തപസ് ചെയ്യുമ്പോൾ തൻ്റെ സ്വർഗത്തിലോട്ടായിട്ട് കയറി വരുമോ എന്ന് വിചാരിച്ച ഉടനെ മേനകയെ അയക്കുന്നു. അങ്ങനെ ഉർവശിയെ ഓരോ കാര്യത്തിന് അയക്കുന്നു. അങ്ങനെ
അപ്സരസുകളെ അയച്ച് തപസ് മുടക്കൽ ഒരു പ്രധാന പണിയായിരുന്നു. അങ്ങനെയുള്ള ഒരാളായിട്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും പുരാണങ്ങളിൽ ദേവേന്ദ്രനെ കാണുന്നതെങ്കിൽ ഇന്ദ്രൻ വേദകാലഘട്ടത്തിലൊരു അൾട്ടിമേറ്റ് ഗോഡാണ്. ഇതം ദ്രഹ ഇന്ദ്രഹ. അതുകൊണ്ട് തന്നെ സെൻസസിൻ്റെ ഇന്ദ്രിയങ്ങളുടെ രാജാവാണ് ഇന്ദ്രൻ എന്ന് നമ്മൾ വേദത്തിൽ വ്യാഖ്യാനിക്കും. ഇന്ദ്രിയങ്ങളുടെ രാജാവ് ആരാണ്? പഞ്ചേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും എല്ലാം രാജാവെന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ ഇന്ദ്രന് സിംബോളിക്കലി ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം മനസ്സാണ്. അനി ആ അർത്ഥത്തിൽ ഇന്ദ്രനെയും വൃതാസുരനെയും കുതിരകളെയും നെയ്യിനെയും എല്ലാം നമുക്ക് നെയ്യിന് കൃതം എന്നാണ് പറയുന്നത്, മറ്റതിന് അശ്വം എന്ന് പറയും. ഈ വാക്കുകൾക്കെല്ലാം തന്നെ നിണ്യാവജാംസി, ഗുപ്തഭാഷ, ഒരു മിസ്റ്റിക്കൽ ലാംഗ്വേജ്. അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിനകത്തൊരു സംഭവം അങ്ങനെയുണ്ട്. നിങ്ങൾ പണ്ട് കാലത്ത് വേദകാലഘട്ടത്തിൽ സംഖ്യകളെ അക്ഷരങ്ങളായിട്ട് മാറ്റി എഴുതുമായിരുന്നു. അങ്ങനെയുള്ള കോഡ് ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. എല്ലാ പഴയ സിവിലൈസേഷൻസിലും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. കോഡ്, ഡാവിഞ്ചി കോഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഒന്നാണ് ഇപ്പോൾ മേൽപ്പത്തൂർ നാരായണീയം എഴുതിയ ശേഷം ആയുരാരോഗ്യ സൗഖ്യം എന്നെഴുതി വെച്ചത് വാസ്തവത്തിൽ ആ നാരായണീയം പൂർത്തിയാക്കിയ അന്നത്തെ ഡേറ്റാണ്. ആ ഡേറ്റിൻ്റെ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ളത് ഓരോന്നും ഓരോ സംഖ്യകളാണ്. അങ്ങനെ പല കാര്യങ്ങളും മിസ്റ്റിക്കൽ ലാംഗ്വേജ്, സമാധി ഭാഷ, പരോക്ഷപ്രിയ, ദേവത പരോക്ഷപ്രിയ എന്ന് പറയാറുണ്ട്. അതായത് ദേവതകൾ പരോക്ഷ ഭാഷ, അതായത് സിംബോളിക് ലാംഗ്വേജ്, സിംബൽസ്. ഈ സിംബൽസ് വളരെ ഇഷ്ടപ്പെടുന്നവരാണ് ദേവതകൾ. ഇപ്പോൾ പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രത്യക്ഷ ജ്ഞാനമാണ്, മറ്റത് പരോക്ഷ ജ്ഞാനമാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ദേവതകളെയാണ്? ശംനോ മിത്രക ശം വരുണഃ. മിത്രൻ, വരുണൻ, ഇന്ദ്രൻ, വിഷ്ണു, അര്യമാവ്, ഇങ്ങനെയുള്ള എല്ലാ ദേവതകളും നമുക്ക് അനുകൂലമാകട്ടെ, ഫേവറബിൾ ആകട്ടെ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഫേവറബിൾ ആകട്ടെ, ഇവർ എല്ലാം നമുക്ക് അനുകൂലമാകട്ടെ. ഇപ്പോൾ വിഷ്ണു ഉരുക്രമഃ എന്ന് പറയുന്നുണ്ട്. വിഷ്ണു ഉരുക്രമഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു എന്ന് പറയുന്ന തേജസ് നമ്മളിപ്പോൾ ദേവതയായിട്ട് കാണുന്നു, 4 കരങ്ങളൊക്കെയുള്ള വിഷ്ണുവിനല്ല ഇവിടെ പറയുന്നത്. പിന്നെന്താണ്? വ്യാപന ശക്തിയുള്ളത്, അതാണ് വിഷ്ണുവിൻ്റെ അർത്ഥം. ദ പവർ ഓഫ് എക്സ്റ്റൻഷൻ, വ്യാപിക്കുവാൻ ശക്തിയുള്ളത്, വ്യാപന ശക്തിയുള്ളത്. ഉരുക്രമ, വ്യാപിച്ച് ഡെവലപ്പ് ചെയ്യുവാനുള്ള പവറുള്ളത് ആണ് വിഷ്ണു. അപ്പോൾ അതെന്താണ്? പ്രകാശമാണ്. വിഷ്ണുവിനെ ഞാൻ എന്നിലേക്ക് ആവാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ബോധത്തിൻ്റെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് പ്രകാശം കൊണ്ടെത്തിക്കുക. ഐ എം ഡിസ്കവറിങ് ന്യൂ തോട്ട്സ്, ന്യൂ ഫൈൻഡിങ്സ്, മേ ബി അബൌട്ട് മൈസെൽഫ്, അബൌട്ട് ഹ്യൂമൻ ബീയിങ്സ് ഓർ അബൌട്ട് ദ യൂണിവേഴ്സ്. അതെന്തും ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. വിഷ്ണുവിനെ നമ്മൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ലൈറ്റ് ഇൻ ടു അവർ അവെയർനെസ്, അവർ കോൺഷ്യസ്നെസ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് അഡ്വഞ്ചറസ് ആൻഡ് ബ്യൂട്ടിഫുൾ തിങ് വി ക്യാൻ ഡു. പ്രത്യേകിച്ച് പ്രായഭേദമില്ലാതെ ആർക്ക് വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ആകെ വേണ്ടത് എന്താണ്? ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു മൈൻഡ്, ജിജ്ഞാസു ആയിരിക്കുക, മോക്ഷേച്ഛ ഉണ്ടായിരിക്കുക. സോ ബിക്കോസ് വി ഹാവ് എ ടാർഗറ്റ്, ഫൈനലി ദയർ ഇസ് എ ടാർഗറ്റ് കാൾഡ് ലിബറേഷൻ. അപ്പോൾ ആ മോക്ഷം എന്ന് പറയുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഈ ദേവതകളുടെ എല്ലാം ആനുകൂല്യം വേണം. കാരണം ഈ ദേവതകളൊക്കെ പിണങ്ങിയാൽ നമുക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ
ശാന്തി മന്ത്രത്തിനകത്ത് ഈ ദേവതകളെല്ലാം നമുക്ക് അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം ആദ്യം ബ്രഹ്മത്തിനും പിന്നെ ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷ ഭാവമായിട്ട് വായു അഥവാ പ്രാണനെ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി. അപ്പം ബ്രഹ്മം എന്ന് പറയുന്നത് പലപ്പോഴും പ്രാണനെയാണ്. അപ്പോൾ പ്രാണൻ്റെ അല്ലെങ്കിൽ വായുവിനെ ഇവിടെ പ്രാണൻ എന്ന് എടുക്കുക, വൈറ്റൽ ഫോഴ്സ് ആണത്. അപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന ബ്രഹ്മത്തിൻ്റെ ഭാവം, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. എന്ത് ജ്ഞാനമാണ്, എവിടെ ഇരിക്കുന്ന ജ്ഞാനമാണ്, ആരിലുള്ള ജ്ഞാനമാണ് എന്നൊക്കെ നമുക്കിങ്ങനെ പല സംശയങ്ങളും തോന്നും. പക്ഷേ ഈ ബ്രഹ്മത്തിനൊരു പ്രത്യക്ഷ ഭാവമായിട്ടുള്ളത് ഏതാണ്? നമ്മുടെ പ്രാണനാണ്, വായുവാണ്. അപ്പം നീ പ്രത്യക്ഷ ബ്രഹ്മമാണ്. നമ്മുടെ മുന്നിൽ നമുക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്ന ബ്രഹ്മത്തിൻ്റെ ഒരു ഭാവമാണ് വായു, വായുദേവൻ, വായുദേവത. അപ്പോൾ ഇവരെല്ലാം അപ്പോൾ നേരത്തെ പറഞ്ഞ മിത്രൻ, വരുണൻ, അര്യമാവ്, ഇന്ദ്രൻ, വായു, ഇങ്ങനെയുള്ള സകല ദേവതകളും നമുക്ക് അനുകൂലമായി വരട്ടെ. അതിൽ തന്നെ പിന്നീട് രണ്ടാമത് എടുത്തു പറയുന്നത് വായുവിനെ കുറിച്ചാണ്. ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷ ഭാവമാണ് പ്രാണൻ. ഇത് ഉപനിഷത്തുക്കളിൽ നിരന്തരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഒരു കാര്യമാണ്. അതായത് ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷ ഭാവമാണ് പ്രാണൻ എന്നുള്ളത്. ബ്രഹ്മത്തിൽ നിന്ന് പ്രാണനുണ്ടായി എന്ന് പറയുന്നുണ്ട്. അതായത് ചാന്തോക്യോപനിഷത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും എങ്ങനെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഫ്റ്റർ ബ്രഹ്മൻ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രാണനാണ്. ഇനി ലാസ്റ്റ് എന്താ പറയുന്നത്? നമസ്തേ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി. അത് റിപ്പീറ്റേഷനാണ്. നിന്നെയാണ് ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിനെ എന്നോട് അഡ്രസ്സ് ചെയ്യുന്നത്, പ്രാണനെ. നിന്നെയാണ് ബ്രഹ്മം എന്ന് എല്ലാവരും വിളിക്കുന്നത്. ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി. സോ എല്ലാ ദേവതകളും നമുക്ക് അനുകൂലമായി വരുമ്പോൾ ഈ പൊട്ടൻഷ്യലായിട്ടുള്ള എല്ലാ ദേവതകൾക്കും നമുക്ക് ഫേവറബിൾ ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ അനുപാതവും സത്വരജ തമോ ഗുണങ്ങളുടെ അനുപാതവും പ്രകൃതിയുടെ ആയിട്ട് യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെൻറ്റിൽ എത്തുന്നു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മിക് ഓർഡർ, പ്രപഞ്ച നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ നിയമങ്ങൾ കൂടിയാണ്. ആ നിയമങ്ങൾ എന്താണെന്ന് നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടുന്നു. പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചൊരു ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പം ഞാൻ ഋതം വദിഷ്യാമി. ഋതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഋതത്തെ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നു. ഋതം എന്താണെന്ന് മനസ്സിലാക്കി പ്രപഞ്ചവും ലൈഫും, വാട്ട് ദ ലൈഫ് ഡിമാൻഡ്സ്, ഐ ആം ഫോളോയിങ് ഇറ്റ്. സാധാരണ നമ്മളങ്ങനെയല്ല ചെയ്യുന്നത്. അവിടെയാണ് ആ വ്യത്യാസം മനസ്സിലാക്കുക. ലൈഫ് നമുക്ക് തരുന്നതും ലൈഫ് ഡിമാൻഡ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കില്ല. ബോഡി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കേൾക്കില്ല. പിന്നെ എന്താ നമ്മൾ കേൾക്കുന്നത്? മനസ്സിൻ്റെ ചില ഒബ്സഷൻസ്, മനസ്സിനകത്ത് രജസ്സും സാത്വികവും തമസ്സും എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. അതിന് ചിലപ്പോൾ ഒരു റിയാലിറ്റിയായിട്ട് ഒരു ബന്ധവും കാണില്ലെങ്കിലും നമ്മൾ നമ്മുടേതായ ഒരു സങ്കല്പമായിട്ടുള്ളൊരു റിയാലിറ്റി ഉണ്ടാക്കും, ഒരു സ്റ്റോറി ഉണ്ടാക്കും. ആ സ്റ്റോറി ചിലപ്പോൾ നമ്മളൊരു വിക്റ്റിമായിരിക്കും. വിക്റ്റിംസ് റോൾ എന്ന് പറയില്ലേ, ഒരു ഇര. പിന്നെ ചില സ്റ്റോറികളിൽ നമ്മളൊരു സൂപ്പർ ഹീറോ ആയിരിക്കും. ചിലപ്പോൾ റിയാലിറ്റിയുമായിട്ട് ഇതിനൊരു ബന്ധവും കാണില്ല. അപ്പോൾ റിയാലിറ്റിയെയും ലൈഫിനെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഋതം മനസ്സിലാക്കി കഴിയുമ്പോൾ ദ എറ്റേണൽ ട്രൂത്ത് ഓഫ് കോസ്മിക് പ്രിൻസിപ്പിൾസിലേക്ക് ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടുമ്പോൾ ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി. ആ സത്യം, ആ ഋതം തന്മാമവധു, എന്നെ രക്ഷിക്കട്ടെ.
എനിക്കിതെല്ലാം പറഞ്ഞു തന്ന തത് വക്താരം അവധു, എൻ്റെ ഗുരുവിനെയും രക്ഷിക്കട്ടെ. അവധുമാ, എന്നെ രക്ഷിക്കട്ടെ, എൻ്റെ ഗുരുവിനെയും രക്ഷിക്കട്ടെ. ശാന്തി മന്ത്രങ്ങൾ സാധാരണ അവസാനിക്കുമ്പോഴാണ് റിപ്പീറ്റേഷൻ വരുന്നത്. ആ അറിവ് എന്നെയും എൻ്റെ ഗുരുവിനെയും, എനിക്കിതെല്ലാം പറഞ്ഞു തന്ന, എനിക്ക് ജ്ഞാനം പകർന്നു തന്ന ആരാണോ ആ ശക്തിയെ രക്ഷിക്കട്ടെ. തന്മാം അവതു തത് വക്താരം അവതു, അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ ഇത് തീർത്തും ഒരുതരം ആവാഹനമാണ്. ദേവതകളെ നമുക്കനുകൂലമായിട്ട്, നമുക്ക് ഫേവറബിളായിട്ട് കൊണ്ടുവരുന്നതാണ്. നമുക്ക് ഒരിക്കൽ കൂടി ഇപ്പോൾ ഈ ശാന്തി മന്ത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓം ശംനോ മിത്രഃ ശം വരുണഃ. വരുണൻ നമുക്കറിയാം, സമുദ്രദേവനായ വരുണൻ, അല്ലെങ്കിൽ ജലത്തിൻ്റെ ദേവനാണെന്ന് പറയാം. ശംനോ ഭവത് അര്യമ, ശംനോ ഇന്ദ്രോ ബൃഹസ്പതി. ബൃഹസ്പതി ഞാൻ വിട്ടുപോയി. ബൃഹസ്പതി നമുക്കറിയാം ബൃഹത്തിൻ്റെ പതിയാണ്. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ വാക്കാണ്. ബൃഹസ് വാക്ക്. അപ്പോൾ വാക്കിൻ്റെ പതിയാണ് ബൃഹസ്പതി. നമ്മുടെ വാക്കിൻ്റെ പതി എന്നുള്ള അർത്ഥത്തിൽ ബൃഹസ്പതി ബ്രഹ്മമാണ്. കാരണം ബ്രഹ്മത്തിൽ നിന്നാണ് വാക്കുണ്ടാവുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരെയും ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയെയും കുറിച്ചുള്ള ധാരാളം കഥകൾ പുരാണങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ ദേവതകളുടെ ഗുരുവാണ് ബൃഹസ്പതി, അഥവാ വാക്കിൻ്റെ പതിയാണ് എന്ന് പറയുമ്പോൾ അതൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗുരു തത്വത്തെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ വരുണൻ, മിത്രൻ, അര്യമാവ്, ഇന്ദ്രൻ, ബൃഹസ്പതി, വിഷ്ണു, ഇങ്ങനെയുള്ളവരെയെല്ലാം എന്ന് നമുക്ക് അനുകൂലമായിട്ട് ഭവിക്കട്ടെ. നമോ ബ്രഹ്മണേ, ഞാൻ ബ്രഹ്മാവിനെ നമിക്കുന്നു. ഞാൻ ബ്രഹ്മത്തെ നമിക്കുന്നു. ബ്രഹ്മാവല്ല, ബ്രഹ്മത്തെ നമിക്കുന്നു. നമസ്തേ വായോ, അതിനുശേഷം വായുവിനെ, പ്രാണനെ പ്രത്യേകം നമസ്കരിക്കുന്നു. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി, പ്രത്യക്ഷമായിട്ടുള്ള ബ്രഹ്മം നീയാണ്. അതായത് നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്ന ബ്രഹ്മം ഈ വൈറ്റൽ ഫോഴ്സാണ് അല്ലേ. നമുക്കതുകൊണ്ടല്ലേ പ്രാണനെ വെച്ച് മെഡിറ്റേറ്റ് ചെയ്യാനും എപ്പോഴൊക്കെ എളുപ്പമാണ്. കാരണം എപ്പോഴും ദിസ് ഈസ് മൂവിങ് ഹിയർ ആൻഡ് ദെയർ. സോ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണത്. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി, ബ്രഹ്മം എന്ന പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമായിട്ട് നിന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഋതം വദിഷ്യാമി, ഞാൻ ഋതം കാണട്ടെ, ഋതം പറയട്ടെ. സത്യം വദിഷ്യാമി, ഞാൻ സത്യം പറയട്ടെ. തന്മാം അവതു, അതെന്നെ രക്ഷിക്കട്ടെ. തത് വക്താരം അവതു, എൻ്റെ ഗുരുവിനെ രക്ഷിക്കട്ടെ. അവതു മാം, എന്നെ രക്ഷിക്കട്ടെ. അവതു വക്താരം, എൻ്റെ ഗുരുവിനെ രക്ഷിക്കട്ടെ. റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ആധ്യാത്മികവും ആദിദൈവികവും ആദിഭൗതികവുമായിട്ടുള്ള വിഘ്നങ്ങളിലെല്ലാം മാറിപ്പോകട്ടെ എന്നുള്ളതിന് വേണ്ടി 3 പ്രാവശ്യം ശാന്തി പറഞ്ഞുകൊണ്ട് മന്ത്രം അവസാനിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരിക്കൽ കൂടി അർത്ഥം മനസ്സിലാക്കി ഈ മന്ത്രം റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. ഓം ശം നോ മിത്രശം വരുണഃ, ശം നോ ഭവത്തോര്യമാ, ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ, ശം നോ വിഷ്ണുരുരുക്രമഃ. നമോ ബ്രഹ്മണേ, നമസ്തേ വായോ, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി. ഋതം വദിഷ്യാമി, സത്യം വദിഷ്യാമി. തന്മാമവതു, തത് വക്താരമവതു, അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി.